കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു കടലാസ് പൂ ഒന്ന് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലുള്ള പേപ്പർ ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഇത് ക്രേപ്പ് പേപ്പറാണ് കേട്ടോ. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രേപ്പ് പേപ്പർ ആവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ടാക്കാന്ന്. അപ്പോൾ കിട്ടിയപ്പോഴോ ഫുൾ വൈറ്റ് ആയിപ്പോയി. വൈറ്റും ഗ്രീനും ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. ഏതായാലും ബൊഗെയിൻവില്ല വൈറ്റ് കളറും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ തണ്ടാക്കി എടുത്തിട്ടുള്ളത് സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ സ്റ്റിക്കിന് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ഈ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ചു വെക്കും. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള അതാകെ പാളി പോയിട്ടുണ്ട്. കാരണം അത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് വലിയ എന്താ പറയുക ഒറിജിനാലിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാർ ഈ ബൊഗെയിൻവില്ലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരത് ലാസ്റ്റ് ലുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും. ഇതെനിക്കെന്തോ അതുപോലെ തോന്നിയില്ല. നിങ്ങൾ വിചാരിക്കും ഇതെന്താ സ്വയം ഇരുന്ന് കുറ്റം പറയുന്നതെന്ന്. അതായത് എന്നെ ട്രോളാൻ ഞാൻ തന്നെ ധാരാളം എന്നാണ് ഈ പറഞ്ഞു വന്നത്. പക്ഷേ ഒറിജിനാലിറ്റി ഒന്നും തോന്നുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കരുതല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പകുതി വെച്ചിട്ട് നിർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് എനിക്കിഷ്ടമായോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ബൊഗെയിൻവില്ലൻ്റെ അടുത്ത് കൂടെ പോയിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നൊക്കെ.